വിളിച്ചോടാ മീശക്കാരനെ. എന്താ അളിയ കാര്യം? ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ വധിക്കാൻ ശ്രമിച്ചു എന്ന് അയാളുടെ പേര് ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല. തല്ലിയില്ലേ? തല്ലി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്ത് അളിയ ഇത്? കാക്കീട്ടാ പിന്നെ അളിയനുമില്ല അച്ഛനുമില്ല. അയാളെവിടെ? ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്. ശമ്പളം വായിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്. ആക്ച്വലി എന്താണ് ഉണ്ടായത്? സാർ, എസ് ഐ സാർ. ഞാൻ കുറച്ചു നേരം എവിടെയാണ്? സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തീപ്പെട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി. ഞാൻ ഇനിയും കുടിക്കും, പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ. അയ്യോ, സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ. ഐസ്ക്രീം സാർ, ഓക്കേ. ഓ, എടോ, പോലീസുകാര് മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാതാ. അയ്യോ, പോലീസുകാർക്ക് ഏറ്റവും കൂടുതലുള്ളത് മനസാക്ഷിയാണ്. എങ്കിൽ നമുക്ക് പോവാം. തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ രക്ഷിക്കും. കൊലക്കുറ്റമാണേലും ഞാൻ രക്ഷിക്കും. കാരണം തന്നെ എനിക്ക് വലിയ ഇഷ്ടമാ. പിടിച്ചോ. നീ ഒരു കാര്യം ചെയ്യ് പ്രേമ, നീ എങ്ങനെയെങ്കിലും സുലുവിനെ വാനി കയറ്റി ആ കല്യാണ മണ്ഡലത്തിൽ കൊണ്ട് ഇറക്ക്. എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചുകളി? പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ? എടാ, ഞാൻ കടക്കാരനാണ്, കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും. എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ, സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല. വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ? ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാണ്. ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാ പ്രേമ. ഈ കേസ് ഞാൻ ഏറ്റു. പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ. മണ്ണ് വാരി കളിക്കാതെ പിള്ളേരെ ചോറി പിടിക്കും. എണീച്ചു പോ. അയ്യോ, കുഞ്ഞിതുവരെ പോയില്ലയോ? ആള് വലിയ മറവിക്കാരനാ. ഇല്ല, എന്തായാലും വരാതിരിക്കില്ല. KFC KSCB ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ്. മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്ക് മൂപ്പര് വഴി കാത്തുക്കും. വന്നാട്ടെ. മുഹൂർത്തം തെറ്റും. സ്ഥലമെത്തി. അത് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ. ഏതായാലും വന്ന കാര്യം നടക്കട്ടെ. മുതലാളി എത്തിക്കോളും. അങ്ങനെ ഇപ്പൊ എത്തണ്ട, വണ്ടി തിരിച്ചു വിട്ടെ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത്. അല്ല, ഇത് ആരാ? സുലോചനെ, എന്താ ഇവിടെ ഇരിക്കണേ? വാ വാ വാ. എന്നെ മനസ്സിലായില്ലേ? ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത. ഓ, ഓർമ്മയുണ്ട്. വിവരങ്ങൾ
കാര്യങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു. ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം. വാ 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 വാ. വരണം വരണം വരണം. ഇങ്ങോട്ട് ചെന്നേട്ടെ. ഹസ്ബൻഡിന്റെ പേരെന്താ? സേതുമാധവൻ. ആഹാ, ഇതിലെ ഇതിലെ. ചേച്ചി സുലോചനെ അറിയല്ലേ? മേലെ മഠത്തിലെ ശ്യാമയുടെ ഫ്രണ്ട്. ആഹാ, ഒളിച്ചോടിയ. ഇത് സുലോചനയുടെ ഭർത്താവ്, തട്ടിക്കൊണ്ടുപോയ വീരൻ. ഞാൻ ശ്യാമയകത്തുണ്ട്. എല്ലാരും അകത്തോട്ട് കയറി ഇരിക്കുന്നേ. വേണ്ട, നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും. ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക്? ഈ പാട് വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ ആളെവിടെ? സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. അതെ, ഭയങ്കര വയറിളക്കം. ആര് പറഞ്ഞു? വെറും വേദനയുള്ളൂ. ഇതാരാ? ഇത് ഞാൻ ഭർത്താവ് അല്ല, ഭർത്താവിന്റെ ഫ്രണ്ട്. പുറത്തു വന്നോളൂ, ഞാൻ വന്നേക്കാം. അത് കറക്റ്റ്. നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ, എനിക്ക് ഉടനെ പോണം. സേതുവേട്ടന് ഭക്ഷണവും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ. നീ എന്തായി പറയുന്നത്? എന്റെ കല്യാണത്തിന് സോറി വന്നിട്ട് ശ്യാമേ, പ്ലീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഒരു അവസ്ഥ ഞാൻ എന്ത് പറയാനാ? നിന്റെ ഇഷ്ടം. പോട്ടെ. എടാ, നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. എടാ, ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ 2 മണിക്കൂറോളം ഞാൻ കാത്തുനിന്ന് കാലിനടി വേര് കളിച്ചു. കല്യാണത്തിന് ഒറ്റയ്ക്ക് വേണ്ടി വന്നല്ലേ സുലു. ഈ വിട്ടി കൂശ്മാണ്ട കാരണം അത്. ഇമ്പീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല, മലബാർ പാലസിന്റെ മുമ്പിലല്ല എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു. ഒറ്റ അടി വെച്ച് തന്നോണ്ടല്ലോ റാസ്കൽ. ആരാന്ന് പറ, ചേരാന്നാ കേൾക്കുന്ന ദ്രോഹി. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുലു? പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം ഭംഗിയായി. പക്ഷെ ഞാൻ കല്യാണം എങ്ങനെയായിരുന്നു കുഞ്ഞെ? ആളൊക്കെ ഉണ്ടായിരുന്നോ? എന്താ എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. ജൈവീ പാപകരാള കർമ്മ വിമുഖവും വ്യാധിം ച ധൈര്യം ചുതിം. ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ച പുറത്തായി.
രക്തസാക്ഷിത്വാംശം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ എറിഞ്ഞുടക്കി സ്വാമി. അവന്റെ തല കുടുംബം പൊട്ടിത്തെറിക്കട്ടെ. അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറം മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ എല്ലാവരും ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാണോ പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചാലാ? എന്നാ പിന്നെ തനിക്ക് തേങ്ങ മേടിച്ച് മുടച്ച പോരായിരുന്നോ? എന്നെ എന്താണ് വിളിച്ചത്? മരവാക്കി. നിർത്ത്. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ, ചേട്ടാ. അവിടെ നിൽക്കാൻ ഇതെങ്ങോട്ടായി കിടന്ന് പായുന്നത്? വീട്ടിൽ ആരുമില്ല കുഞ്ഞെ. അതുകൊണ്ട് കിടന്നോടൂ. സത്യം പറയണം. തേങ്ങ അടിച്ചപ്പോ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളിച്ചത്? അയ്യോ അത് പിന്നെ ആ, പേടിച്ചിട്ട്. ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ. എനിക്ക് വയസ്സായില്ലേ. വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റിക്കും. അയ്യോ നിങ്ങളല്ലേ അത് അവിടെ കുഴിച്ചിട്ട്? അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ? അതെ. എന്തിനാ? ആര് പറഞ്ഞിട്ടാ? കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞു പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചിടത്തില്ല.